ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ബാർബി ഓരോരോ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് പ്രീതിനെയും ആകാശിനെ മാക്സിമം എങ്ങനെയൊക്കെ അകറ്റാവോ ആ രീതിയിലേക്ക് അകറ്റുവാണ്. പക്ഷെ ബാർബി ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. എല്ലാ തെറ്റുകളും ആ ആകാശിനോട് തുറന്നു പറയാൻ പോവാണ് ബാർബി. അങ്ങനെ രാത്രി ഒരു ദിവസം ആകാശും പ്രീതിയും റൂമിലിരിക്കായിരിക്കും. ആ സമയത്ത് ബാർബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്തു പറ്റി മോൾക്ക് എന്ന് ആകാശ് ചോദിക്കുമ്പോ ബാർബി പറയുന്നുണ്ട്, അത് എനിക്ക് മിസ്റ്റർ എയിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. എന്താ മോളെ, മോള് പറഞ്ഞോ, എന്താ ഞാൻ മാറിത്തരണോ എന്ന് പ്രീതി ചോദിക്കുമ്പോ വേണ്ട, ആന്റി ഇവിടെ നിന്നോ, ആന്റി കൂടി കേൾക്കാനുള്ള കാര്യങ്ങളാണ്. എന്താ മോളെ, മോൾ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് ആകാശ് പറയുമ്പോ ബാർബി പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞാല് മനഃപൂർവ്വം ചെയ്തതാണോ. കഴിഞ്ഞ ദിവസം പ്രീതി ആന്റി എന്നെ തള്ളിയിട്ട് കൈ പൊട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് വന്നില്ലേ, അത് ഞാൻ വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചതാണ് എന്ന് പറയണം. അത് കേൾക്കുന്നതും ആകാശം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ ബാർബി അടുത്ത കാര്യം പറയാണ്. അത് മാത്രല്ല, ഇന്നലെ ഷെൽഫില് ഞാൻ ഒളിച്ചു നിന്നപ്പോ എന്നെ മനഃപൂർവ്വമാണ് പ്രീതി ആന്റി അതിൽ ലോക്ക് ഇട്ടെന്ന് പറഞ്ഞില്ലേ. ശരിക്കും പറഞ്ഞാൽ പ്രീതി ആന്റി അലമാര ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഞാൻ അലമാരിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ചത് എന്ന് പറയാണ്. പ്രീതി ആന്റി ഒരു തെറ്റും ചെയ്തില്ല. പിന്നീട് ആ സ്വീറ്റ്സില് മുളക് പൊടി വിതറിയതും ഒക്കെ തന്നെ ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ബാർബി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോ പ്രീതിയുടെ കണ്ണ് നിറഞ്ഞു പോകട്ടോ. തന്നോട് ഈ കുട്ടിക്ക് എന്തുമാത്രം ഒരു വൈരാഗ്യ ബുദ്ധിയാണെന്ന് ആലോചിച്ചിട്ടാണ് പ്രീതി വിഷമിക്കുന്നത് കേട്ടോ. ആകാശിന് ദേഷ്യവും വരുന്നുണ്ട്, ഒരു സങ്കടവും വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ അപ്പൊ ആകാശ് പറയുന്നുണ്ട്, സാരമില്ല പോട്ടെ എന്ന് പറയണം. മോളുടെ തെറ്റ് സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോ ബാർബി പറയുന്നുണ്ട്, സോറി, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയാണ്. സാരമില്ലെന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. പ്രീതിയും പറയണ്ട, അതേ മോളെ, ഞങ്ങൾക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ആ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും ശ്രുതിയും ശ്യാമും എല്ലാരും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ശ്രുതിയുടെ മനസ്സിലാകെ അശ്വിനെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. അശ്വിൻ ഒരു മെസ്സേജ് അയച്ചു, പക്ഷെ അതിനുശേഷം അശ്വിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നടന്നു വരുമായിരിക്കും. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി വീഴാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. വീഴാൻ വേണ്ടി പോകുമ്പോ തന്നെ ശ്യാം അവിടേക്ക് ഓടി വന്നിട്ട് ശ്രുതിനെ പിടിക്കാൻ വേണ്ടി മതിയ നോക്കി നടക്കുന്ന രീതിയിൽ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ശ്യാമിനെ സൂക്ഷിച്ചു നോക്കുവാണ്. അപ്പോഴേക്കുമാണ് ശ്രുതി നോക്കുമ്പോ തൊട്ടു പിന്നാലെ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്യാമിനോട് ദേഷ്യപ്പെടുന്നില്ല കേട്ടോ. നിങ്ങള് സഹായിക്കാൻ വന്നതിന് നന്ദി, ഞാൻ വീഴാൻ പോയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുവാണ്. അങ്ങനെ ശ്രുതി പോയിക്കുമ്പോഴേക്കും മുത്തശ്ശി അഞ്ജലി പറയണ്ടേ, ഇവളുടെ സ്വഭാവം ആകെ മാറി, കുഞ്ഞിനില്ലാത്തത് കൊണ്ട് അവൾക്ക് ആകെ വിഷമമാണ്, കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് ആകെ വിഷമമാണെന്നൊക്കെ പറയാണ്. അതേ മുത്തശ്ശി, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാനും ആലോചിക്കണത്. അവളിപ്പോ ഇവിടെ ഇല്ല, കുഞ്ഞൻ പോയതിൽ പിന്നെ അവൾ ഈ വീട്ടിലുള്ളത് പോലും അറിയുന്നില്ല എന്ന് പറയാണ്. ശരിയാ നീ പറഞ്ഞത്, പാവം ശ്രുതി, അവളുടെ വിഷമം അവൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. കുഞ്ഞിന് ഇതിന് വലുത് മനസ്സിലാക്കുന്നുണ്ടോ? ഇവളുടെ സ്നേഹമൊക്കെ കുഞ്ഞിനെ എപ്പോഴും ഇവിടുത്തെ ചാടിക്കടിക്കാൻ മാത്രമേ അറിയുള്ളൂ. പാവം ശ്രുതി എന്തുമാത്രം അവനെ സ്നേഹിക്കണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭർത്താവ് ഒരു ദൂരെ ഒന്ന് മാറി നിന്നപ്പോഴേക്കും അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി, ഇവളുണ്ടെന്ന് പോലും ഇപ്പൊ അറിയുന്നേ ഇല്ല. അഞ്ജലി പറഞ്ഞിട്ട്, ശരിയാ മുത്തശ്ശി, എന്തായാലും ശ്രുതിക്ക് വേണ്ടി ഞാനൊരു സംഭവം തയ്യാറാക്കുന്നുണ്ട്. അതെന്താ മോളെ എന്ന് പറയുമ്പോ അതൊക്കെ ഉണ്ട് മുത്തശ്ശി എന്ന് അഞ്ജലി പറയണം. അങ്ങനെ ശ്രുതി റൂമിൽ പോയതിനു ശേഷം വീണ്ടും അശ്വിനെ വിളിച്ചോണ്ടേയിരിക്കുക കേട്ടോ. ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ പരിധിക്ക് പുറത്താന്നാണ് പറയണത്. അത് പറയണത് മലയാളത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതെന്താ എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്തെന്നാണല്ലോ പറയണത്, ഈ അശ്വിൻ സാർ ഇത് എവിടെയാണ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ശ്രുതി. ആ സമയത്ത് ശ്രുതിയുടെ അടുത്ത് അഞ്ജലി വന്ന് പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. അതെ, വിഷമമില്ലാതിരിക്കില്ലല്ലോ. അശ്വിൻ സാർ ഒരു മെസ്സേജ് അയച്ചു, അതിനുശേഷം വേറെ ഒരു അശ്വിൻ സാറിനെ കുറിച്ച് ഒരു അനക്കവും ഇല്ലല്ലോ ചേച്ചി എന്ന് പറയാണ്. എങ്കിലേ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോകുവാണ്. സർപ്രൈസോ, എന്ത് സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോഴേക്കും ടണ്ടടാ എന്ന് പറഞ്ഞിട്ട് 2 ടിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതെന്താ അഞ്ജലി ചേച്ചിന്ന് ചോദിക്കുമ്പോ ഇതാണ് ലണ്ടനിലേക്കുള്ള ടിക്കറ്റ്. ലണ്ടനിലേക്കുള്ള ടിക്കറ്റോ, എനിക്കാണോ എന്ന് ചോദിക്കുമ്പോ പിന്നല്ലാതെ വേറെ ആർക്കാ? നിന്റെ വിഷമമൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി അശ്വിന്റെ അടുത്തേക്ക് നീയും പോയിക്കോട്ടെ എന്ന്. അശ്വിൻ എവിടെയാ ഉള്ളത്, എന്താ ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ പറഞ്ഞുതരാം. എന്നാലും അശ്വിൻ ഉള്ളിടത്തേക്കുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവൻ എപ്പോഴും ലണ്ടനിൽ അവിടെയാണ് സ്റ്റേ ചെയ്യാറ്, അവിടെ തന്നെയാ അവൻ ഈ പ്രാവശ്യം പോകുന്നത്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോയിക്കോ. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. അപ്പൊ ഇത് ശ്യാം കേൾക്കുന്നുണ്ട്. ശ്യാം ആകെ ഷോക്ക് ആവാണ്. ശ്യാം പറയുന്നുണ്ട്, രാജകുമാരി എന്തൊക്കെയാ ചെയ്തിരിക്കണത്, ലണ്ടനിലേക്ക് ശ്രുതി പോകാൻ പോണെന്നോ? അങ്ങനെ ലണ്ടനിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുമൊന്നുമില്ല എന്ന് പറയുമ്പോ
അഞ്ജലി പറയണ്ട എന്റെ ശ്യാമേട്ട അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ ഞാൻ ആരാന്നറിയാവോ? അശ്വിൻ സാറാമിന്റെ ചേച്ചിയാ. ഞാൻ വിചാരിച്ചാലേ ടിക്കറ്റ് അല്ല അങ്ങനെ പല കാര്യങ്ങളും ഞൊടിയിടയിൽ ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെയാ ശ്രുതിക്ക് ഫ്ലൈറ്റ്. ഇന്ന് 2 മണിക്ക് ശ്രുതി ഫ്ലൈറ്റ്. അതിന് സമയമൊന്നുമില്ല, നീ പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് പറയാണ്. ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയണ്ട എന്തായാലും നന്നായി അഞ്ജലി മോളെ, അവളുടെ സന്തോഷം ഒന്ന് കണ്ടില്ലേ? അതേ മുത്തശ്ശി, അതിനു വേണ്ടി തന്നെയാ ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലോ എങ്ങനെയെങ്കിലൊക്കെ ആ ഫ്ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയത്. എന്തായാലും ഇന്ന് തന്നെ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ തന്നെ ശ്രുതിനെ വിടാൻ വേണ്ടിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്തായാലും നന്നായി മോളെ എന്നൊക്കെ പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കേണ്ട. അപ്പൊ പ്രീതി കരയാണ്. ആദ്യമായിട്ടാ ശ്രുതി ഇത്രയും ദൂരം പോകുന്നത്, എനിക്ക് ടെൻഷൻ ഉണ്ട്. ശ്രുതി നന്നായിട്ട് പോയിട്ട് വാട്ടോ, അവിടെ എത്തുമ്പോ തന്നെ വിളിക്കണമെന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര വിഷമമുണ്ട്, എന്നാൽ ശ്രുതിയുടെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കൂടി ശ്രുതിനെ പറഞ്ഞ് യാത്രയാക്കാണ്. ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി അങ്ങനെ അവിടെ നിന്ന് അപ്പൊ തന്നെ ടാക്സി വിളിച്ചിട്ട് പോകുവാട്ടോ എയർപോർട്ടിലേക്ക്. അങ്ങനെ എയർപോർട്ടിലേക്ക് പോണ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. ആ കോള് വരുന്നത് ശ്രുതി ആകെ നെട്ടി ഇങ്ങനെ നിൽക്കുവാട്ടോ. നെട്ടി നിന്ന് ശ്രുതി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ച് കാർ ഡ്രൈവറോട് പറയണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി പറയാണ്. എന്ത് പറ്റി എന്താ മേഡം ചോദിക്കുമ്പോ എനിക്ക് ലണ്ടനിലേക്ക് പോകണ്ട എന്ന് പറയാണ്. അപ്പൊ എന്ത് പറ്റി മേഡം ചോദിക്കുമ്പോ അത് നിങ്ങൾ അറിയേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോ ശ്രുതിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ആ ഡ്രൈവർ കേട്ടോ. ആ സമയം തന്നെ ഇവിടെ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ പറയാണ് ഇപ്പൊ അവളുടെ ലണ്ടൻ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടാവുമായിരിക്കും, ശ്രുതി ഇപ്പൊ വെയിറ്റ് ചെയ്യായിരിക്കും ഫ്ലൈറ്റ് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുവാട്ടോ. അപ്പൊ അഞ്ജലിയും അതുപോലെ മുത്തശ്ശിയൊക്കെ ഞെട്ടിപ്പോകാണ്. ശ്രുതി എന്താ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ചോദിക്കുമ്പോ ശ്രുതി അതിനൊന്നും മറുപടി പറയണില്ലേ. ഒന്നുമില്ലെന്ന് പറയാട്ടോ. അപ്പൊ അഞ്ജലി ചോദിക്കണ്ടേ എന്താ ശ്രുതി എന്ത് പറ്റി, നീ ലണ്ടനിലേക്ക് പോയതല്ലേ, എന്ത് പറ്റി, എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ട് വന്നതാണോ ഞാൻ ചോദിക്കുമ്പോഴേക്കും അതൊന്നുമല്ല അഞ്ജലി ചേച്ചി എന്ന് പറയാണ്. പ്രീതി വരുന്നുണ്ട്. എന്താ ശ്രുതി, നീ എന്തെങ്കിലും എടുക്കാൻ മറന്നോ, പാസ്പോർട്ട് എടുക്കാൻ മറന്നോ, ടിക്കറ്റ് എടുക്കാൻ മറന്നോ, പിന്നെ എന്താ നീ എടുക്കാൻ മറന്നത്, 2 ദിവസത്തേക്കുള്ള കാര്യമല്ലേ, എന്തിനും എടുക്കാൻ മറന്നെങ്കിൽ തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. അഥവാ എന്തിനും ആവശ്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കായിരുന്നല്ലോ. അതൊന്നുമല്ല, എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി മുകളിലേക്ക് കയറി പോണം. അപ്പൊ ശ്യാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവളെന്താ ലണ്ടനിലേക്ക് പോകാൻ പോണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്, അതിന്റെ കാരണം എന്താന്ന് ഈ ശ്യാം ഇങ്ങനെ ആലോചിക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ ശ്രുതിനെ ആ സമയത്ത് ആരാണ് വിളിച്ചത്, ശ്രുതി എന്തിനാ വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ റിവ്യൂല് പറയുന്നതായിരിക്കോട്ടോ. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ശ്രുതിനെ വിളിച്ച ആ ആളുടെ കോൾ കൊണ്ടാണ് ശ്രുതി തിരിച്ചു വന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ നാളത്തെ റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ ഇതിന്റെ റിവ്യൂസ് നമുക്ക് കിട്ടുന്നില്ല, തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും അതിന്റെ റിവ്യൂസ് പെട്ടെന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഭാഗങ്ങൾ മാത്രമായിട്ട് ഇടത്തുള്ളൂ. അപ്പൊ നാളെ ഇതിന്റെ ബാക്കി റിവ്യൂ ആയിട്ട് ഇടാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.